മനസ്സിലായോ? ഏർപ്പാടുണ്ടാക്കാം മേഡം. വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരുത്തനെ ഈ കാര്യം ഏൽപ്പിക്കണ്ട. ചെയ്യുന്ന ജോലി ഷാർപ്പായിട്ട് ചെയ്യുന്നവനായിരിക്കണം. അത്രേ ഉള്ളൂ. ഇനി കണ്ടുപിടിക്കുന്നതും കൊല്ലുന്നതുമൊക്കെ അവന്മാരുടെ തീരുമാനം. നമ്മള് സേഫ് ആയിരിക്കും. പിന്നെന്താ നിനക്ക്? വാ, ഇനിയും 1-2 ആൾക്കാരോട് ചോദിക്കാനുണ്ട്. ആരാ? ഗാഥയാ. ഓ, ഇനി ഇതിന്റെ ഇടയില് അവളിനി വിളിക്കാത്തതിന്റെ കാര്യമേ ഉള്ളൂ. നീ വന്നേ, വാ. എടി, ഓ, എന്താന്ന് വെച്ചാ പറഞ്ഞ് അവസാനിപ്പിക്കേ, അല്ലെങ്കിലേ ഇനി ഒരു സ്വസ്ഥതയും തരില്ല. ഹലോ, നീ എവിടെയടി? എന്താ കാര്യം? നവീൻ എന്നെ വെറുക്കാൻ നീ എന്താടി ചെയ്തേ? നീ കൈവശം കൊടുത്തോ? ഗാഥ, എന്തൊക്കെയാ ചോദിക്കുന്നേ? ഈ കൈവശം പോലുള്ള കാര്യങ്ങളിലൊക്കെ ഗാഥയ്ക്ക് വിശ്വാസമുണ്ടോ? അതൊക്കെ ആളുകൾ പറ്റിക്കാൻ വേണ്ടി പറയുന്നതല്ലേ. നിങ്ങൾക്കൊക്കെ എല്ലാ തരം വിശ്വാസങ്ങളും ഉള്ളവരല്ലേ. നിനക്ക് വേണ്ടി എന്ത് തരം പൂജ ചെയ്യാനും നിന്റെ അമ്മ ഓടി നടക്കുന്നതല്ലേ. പൂജയും മന്ത്രവാദമൊക്കെ ചെയ്തിട്ട് നീ നവീന്റെ മനസ്സ് പിടിച്ചെടുത്തതുകൊണ്ടാ നവീൻ എന്നെ വെറുത്തത്. ഗാഥ, ഞാനൊരു പൂജയും മന്ത്രവാദവും ചെയ്തിട്ടില്ല. എത്ര തവണ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞു, നിന്നെയോ നിന്റെ മമ്മിയോ ചതിക്കുന്ന ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടില്ല എന്ന്. എന്റെ നവീനെ എനിക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞ നിന്നെ ഞാൻ എന്താ ചെയ്യാന്നറിയാലോ. നീ എന്താടി ചെയ്യാ? എടി, ഞാൻ മോളിക്കുട്ടിയാ. നീ കൃഷ്ണയെ എന്ത് ചെയ്യുന്ന ചോദിച്ചേ? അവിടുത്തെ പ്രശ്നം എന്താണെന്നറിയാമോ? ഈ ലോകത്തിന്റെ അച്ചുതണ്ടേ നീയും നിന്റെ മമ്മിയാണെന്ന് കരുതുന്നതാ. അതെ, തെറ്റാ. നിന്നെക്കാളും നിന്റെ മമ്മിയെക്കാളും വലിയ ബിസിനസ്സുകാര് ഈ നാട്ടിലുണ്ട്. നിന്നെക്കാളും സൗന്ദര്യമുള്ള ഒരുപാട് പെണ്ണുങ്ങള്, നിന്നെക്കാളും സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരുപാട് പെണ്ണുങ്ങള് ഈ നാട്ടിലുണ്ട്. അത് തിരിച്ചറിയാൻ പറ്റാതെ ചുമ്മാ കൃഷ്ണയാണ് കാരണമൊന്നും പറഞ്ഞ് ഇരിക്കലേ നീ. പകരവേ നീ നിന്റെ സ്വഭാവം മാറ്റാൻ നോക്ക്. മനുഷ്യരെ മനുഷ്യരായിട്ട് കാണാൻ പഠിച്ചു നോക്ക്. എന്നിട്ട് മതി മറ്റുള്ളവരെ കുറ്റം പറയുന്നത്. നീയാണ് അവളുടെ പിൻബലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നീ കൊടുക്കുന്ന ധൈര്യത്തിലാ അവൾ ഇതൊക്കെ കാണിച്ചു കൂട്ടുന്ന. നിന്നെ എന്റെ കൺമുന്നിൽ കണ്ടാലുണ്ടല്ലോ നിന്റെ മുഖം അടിച്ച് ഞാൻ പൊളിക്കും. ആഹാ, നിനക്ക് അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിലേ നമുക്കേ അതങ്ങ് മാറ്റി വെക്കണ്ട. ഞാനേ ചങ്ങാതിക്കടവിനടുത്ത് ശാന്തിപുരം എന്ന സ്ഥലത്തുണ്ട്. വരുന്നുണ്ടോ നീ? ധൈര്യം ഉണ്ടോടി നിനക്ക് വരാൻ? നീ വെല്ലുവിളിക്കുന്നതേ ഗാഥ ശ്രീനിവാസനെയാ. ഒന്ന് പോടി അവിടുന്ന്. ഗാഥാ ശ്രീനിവാസൻ ലോകത്തെ ഏറ്റവും മഹത്തരമായ പേരാണെന്ന് പറഞ്ഞ് ആഘോഷിക്കുക. നിന്റെ പേരിന് ഒരു പ്രത്യേകതയുമില്ല, ഒരു സാധാരണ പേര് മാത്രം. ഞാൻ നിന്നെ കാണാൻ വരുന്നുണ്ട്, അതും കാത്തിരുന്നു നീ. അവക്ക് ഭ്രാന്താണ്. ചിലപ്പോ പുറപ്പെട്ട് വരാനും മതി. അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിലേ അവള് വരട്ടെ. ഇന്നത്തോടെ അവളുടെ ഇടപാടേ ഞാനങ്ങ് തീർത്തു കൊടുക്കും. നീ കിടന്ന് കഷ്ടപ്പെടുന്നതിന്റെ ഇടയ്ക്ക് എനിക്ക് അവളുടെ ശല്യം കൂടി സഹിക്കാൻ വയ്യ. നീ വന്നേ. മമ്മി എന്റെ അടുത്ത് വന്നാലുണ്ടല്ലോ ഞാൻ ചാവും. ഞാൻ എന്റെ ജീവിതം അവസാനിപ്പിക്കാൻ പോവാ. മമ്മിക്ക് ഇനി ഗാഥമോളില്ല. നവീൻ എനിക്ക് നഷ്ടപ്പെട്ട പിന്നെ ഞാൻ ജീവനോട് ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞതല്ലേ മമ്മി, ഞാൻ ജീവനോട് ഉണ്ടാവില്ല. വിട്ടേക്കെന്നെ. എന്റെ അടുത്തേക്ക് ആരും വരരുതെന്നാ പറഞ്ഞേ. ഞാൻ പറയുന്നു, തുടരുതെന്നാ പറഞ്ഞേ. നവീനെ ഞാൻ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അറിയില്ല, ആർക്കും അറിയില്ല. എന്നെ വേർപിരിയാൻ വേണ്ടി ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ട് നവീൻ എന്റെ മരണം അറിയണം, എന്റെ ശവം കാണണം. നവീനെ ഞാൻ എത്ര ഭ്രാന്തമായി സ്നേഹിക്കുന്നുണ്ടെന്ന് അപ്പോഴെങ്കിലും നവീൻ തിരിച്ചറിയണം. നവീൻ അതിൽ ഒപ്പിട്ടെന്ന് പറയുന്നത് കള്ളമാണ്. അല്ല മമ്മി, നിന്നെ പിരിയാൻ പറ്റില്ല. നീ മരിച്ച ആ നിമിഷം തന്നെ നിന്നെ സ്നേഹിക്കുന്ന അയാൾ മരിക്കും.
നിന്റെ നവീനെ കൊല്ലണോ നിനക്ക്? വേണോ കാതെ? ശരി ശരി കേറ്. ഇതഴിക്ക് ഇതഴിക്ക് അഴിക്ക്. മോളെ 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 മോളെ. അയ്യോ മമ്മി, എന്റെ നവീൻ എല്ലാം ഒപ്പിട്ട് കൊടുത്തു എന്ന് പറയുന്നത് സത്യമാണോ? സത്യമാണോ? ഇല്ല, ഒന്നും ചെയ്തിട്ടില്ല. മോള് ടെൻഷൻ അടിക്കണ്ട. സത്യമാ സത്യമാ മോളെ. എന്താ മൂർത്തി, കാര്യങ്ങൾ അന്വേഷിക്കാൻ പറഞ്ഞവൻ ഇതുവരെ വിളിച്ചില്ലല്ലോ? പേടിച്ചോടിയോ പതിവ് പോലെ? ഇല്ല മാഡം, ചിലപ്പോ ഡീറ്റെയിൽസ് കിട്ടിക്കാണില്ല. എക്സ്ക്യൂസുകൾ ഒരുപാട് കാണും, പക്ഷെ ഒരു എക്സ്ക്യൂസും അവന്മാരെയല്ല ബാധിക്കുക, നമ്മളെയാ. ആ, അയാളാണ്. ഹലോ. ആ സാറേ, അവളുമാര് കാണാൻ കയറിയ അഡ്വക്കേറ്റ് ആള് പുലിയ. ആരാ? അഡ്വക്കേറ്റ് ബെന്നി ചെറിയാൻ. അയാൾ വെറുതെ കോടതിയിൽ കയറി നിന്നാ മതി സാറേ. അയാൾ ആഗ്രഹിക്കുന്ന വിധി എഴുതി കൊടുക്കും ജഡ്ജി. ഞാൻ കേട്ടിട്ടുണ്ട്. അയാളുടെ ഫീസ് ഇത്തിരി കട്ടിയേറിയതാ. അതിവര് കൊടുക്കൂല്ലോ എന്നറിയില്ല. പക്ഷെ കൊടുത്ത അനിയൻ സാറ് പുറത്തിറങ്ങും, അക്കാര്യത്തിൽ ഒരു സംശയമില്ല. ഞാൻ തന്നെ വിളിച്ചോളാം, ആവശ്യങ്ങളുണ്ട്. എന്താവശ്യം ഉണ്ടെങ്കിലും പറഞ്ഞാൽ മതി സാറേ, ഞാൻ അപ്പം എത്തിക്കോളാം. അഡ്വക്കേറ്റ് ബെന്നി ചെറിയാൻ പത്രങ്ങളിലൊക്കെ സ്ഥിരം കാണുന്നൊരു പേരാ. പ്രമാദമായ പല കേസുകളിലും തന്റെ കക്ഷിയെ നിസ്സാരമായ കോടതിയിൽ നിന്നും രക്ഷപ്പെടുത്തി കൊണ്ടുവന്നിട്ടുള്ള ആളാ. അയാളെയാ കൃഷ്ണ പോയി കണ്ടിരിക്കുന്നത്. അയാള് മുന്നിൽ വരുന്ന കക്ഷികളെ കൊള്ളയടിക്കുന്നയാളാ. പക്ഷേ കൊള്ള മുതൽ കയ്യിൽ വെച്ച് കൊടുത്താലേ അയാൾ അതിനുള്ള പണിയെടുക്കും. അങ്ങനെയെങ്കിൽ അനിയൻ സാർ പുറത്തിറങ്ങും. പ്രശ്നമാണല്ലോ മൂർത്തി. തീർച്ചയായും. ഏതെങ്കിലും കാരണവശാ അനിയൻ സാർ പുറത്തിറങ്ങിയാലേ നമ്മൾ രണ്ടുപേരെയും പിന്നെ ബാക്കി വച്ചേക്കില്ല മാഡം. അതിനവൻ പുറത്തിറങ്ങിയാലല്ലേ? അവള് കേസ് കൊടുത്താലല്ലേ? മാഡം, അവള് കേസ് കൊടുക്കരുത് മൂർത്തി. അഡ്വക്കേറ്റ് അവളുടെ കേസ് എടുക്കാൻ തീരുമാനിക്കുന്നതിന് മുൻപ് കേസ് കൊടുക്കുന്ന അവളെ ഇല്ലാതാക്കിയാല് ഒരു പ്രശ്നമില്ലല്ലോ. ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയിട്ട് ഇനി നമ്മുടെ നിലനിൽപ്പിന് നമ്മൾ പേടിക്കണമെങ്കിൽ അവള് നമ്മളെക്കാൾ ഒരുപാട് വലുതായി പോകില്ലേ? അതുകൊണ്ടങ്ങ് തീർത്തേക്ക്. ചത്തിരിക്കണം. ഉടലിൽ ഒരു തരി ജീവൻ ബാക്കിയുണ്ടെങ്കിൽ അച്ഛനെ രക്ഷിക്കണമെന്നും പറഞ്ഞ് അവൾ ഇഴഞ്ഞെത്തും. മനസ്സിലായോ? ഏർപ്പാടുണ്ടാക്കാം മാഡം. വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരുത്തനെ ഈ കാര്യം ഏൽപ്പിക്കണ്ട. ചെയ്യുന്ന ജോലി ഷാർപ്പായിട്ട് ചെയ്യുന്നവനായിരിക്കണം. അത്രേ ഉള്ളൂ. ഇനി കണ്ടുപിടിക്കുന്നതും കൊല്ലുന്നതുമൊക്കെ അവന്മാരുടെ തീരുമാനം. നമ്മൾ സേഫ് ആയിരിക്കും.